വെൽക്കം ബാക്ക് ടു ഹോം സ്റ്റൈൽ സോഫ ആൻഡ് കർട്ടൺ ബൈപ്പാസ് ജംഗ്ഷൻ കാവുങ്ങൽ മലപ്പുറം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണയായി സീബ്ര കർട്ടനുകൾക്ക് വരാറുള്ള ചെറിയ കംപ്ലൈൻറ്റുകളും അതിന് ഒരു കർട്ടൺ വർക്കേഴ്സിൻ്റെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം പരിഹരിക്കാവുന്ന ചില ടിപ്സുകളുമാണ്. കംപ്ലൈൻറ്റുകളെന്ന് ഉദ്ദേശിച്ചത് സാധാരണയായിട്ട് കസ്റ്റമേഴ്സ് വിളിച്ച് പറയാറുള്ളത്, ഒന്ന് കർട്ടന് മുകളിലേക്ക് പൊക്കുമ്പോൾ എവിടെയോ സ്റ്റക്കായിപ്പോയി, ലോക്കായിപ്പോയി എന്ന് പറയാറുണ്ട്. രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് പറയുന്നത് കർട്ടൺ ക്ലോസ് ചെയ്ത് വെച്ചാലും പുറത്തുനിന്ന് വെളിച്ചം വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു ചെറിയ വീഡിയോയിലൂടെ ഈ രണ്ട് കംപ്ലൈൻറ്റുകൾക്കും എങ്ങനെ പരിഹാരം കണ്ടെത്താമെന്നുള്ളതും നോക്കാം. ആദ്യമായി കർട്ടൺ ക്ലോസ് ചെയ്ത് വെച്ചാലും വെളിച്ചം വരുന്നുണ്ട് എന്നുള്ള പരാതിക്ക് ഒരു പരിഹാരം. സീബ്ര കർട്ടൻ ചെയ്ത വീട്ടിൽ വീണ്ടും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം കാണാറുള്ളത്. ഇത് പൊതുവെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇതെന്താ പ്രശ്നം എന്നുള്ളത്. ബെഡ്റൂമിൽ അകത്ത് ലൈറ്റ് ഇടുമ്പോൾ പുറത്തുനിന്ന് വീവ് കാഴ്ച വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സീബ്ര കർട്ടന് ഡബിൾ ഷീറ്റായിട്ടാണ്, 2 ലെയറായിട്ടാണ് ഈ ഷീറ്റ് വരുന്നത്. ഇതിൻ്റെ ഈ 2 ഷീറ്റും വരുന്നത് ഈ കർട്ടൻ്റെ ബാക്ക് സൈഡിലൂടെയാണ്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ 2 ഷീറ്റും വരുന്നത് ഈ കർട്ടൻ്റെ ബാക്ക് സൈഡിലൂടെയാണ്. ഇനി നമ്മൾ കർട്ടൻ്റെ ഈ ചെയിന് പിടിച്ച് വലിക്കുമ്പോൾ കർട്ടൺ പൊങ്ങുമ്പോൾ ഈ ഒരു ഷീറ്റ് മുകളിലേക്ക് പൊങ്ങി പോവാണ്, ഈ രണ്ടാമത്തെ ഷീറ്റ്, ഫ്രണ്ടിൽ വരുന്ന ഷീറ്റ്. ഇനി കംപ്ലൈൻറ്റ് വരുന്നത്, നമ്മൾ ഈ കർട്ടൺ താഴേക്ക് താഴ്ത്തി കഴിഞ്ഞ് താഴെ മുട്ടിയതിന് ശേഷവും വീണ്ടും വലിക്കുമ്പോഴാണ് ഈ ബാക്കിലുള്ള ഷീറ്റ് ഇങ്ങനെ വന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഓപ്പോസിറ്റ് തിരിഞ്ഞ് കയറുന്നത്. ഇതിങ്ങനെ ക്ലിയറായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു താൽക്കാലിക സംവിധാനം ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കയറുമ്പോഴാണ് 2 ഷീറ്റും തമ്മിലുള്ള ഈ ഗ്യാപ്പ് വരുന്നത്. ഇങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബാക്കിൽ നിന്ന് വെളിച്ചം അങ്ങോട്ട് വരും. ഇനി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇത് നമ്മൾ കർട്ടൻ മുകളിലേക്ക് പൊങ്ങും ചെയ്യും, താഴേക്ക് വരും ചെയ്യും. ഇനി ഇങ്ങനെ സംഭവിച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലെ ഈ ഒരു ചെയിന് പിടിച്ച് വലിക്കുക. ഇത് പിടിച്ച് വലിച്ചിട്ട് ഏറ്റവും താഴെ കർട്ടൺ താഴെ എത്തിയതിന് ശേഷവും വീണ്ടും വലിക്കുക. വീണ്ടും വലിക്കുമ്പോൾ ബാക്കിൽ ഈ ഫ്രണ്ടിൽ ഈ വരുന്ന ഈ ഷീറ്റ് ഇങ്ങനെ നേരെ ബാക്കിലേക്ക് തന്നെ പോകും. ഇനി നമുക്ക് കർട്ടൺ മുകളിലേക്ക് റോൾ ചെയ്യുമ്പോൾ സ്റ്റക്കായി പോകുന്നൊരു കംപ്ലൈൻറ്റ് സാധാരണ കസ്റ്റമേഴ്സ് പറയാനുള്ളൊരു കംപ്ലൈൻറ്റാണ്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ ഈ ബാക്കിലെ ഷീറ്റ് ഇങ്ങനെ സൈഡിലേക്ക് നീങ്ങുമ്പോഴാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ്റിന് സാധ്യതയുള്ളത്. ഇനി നമുക്കൊന്ന് റോൾ ചെയ്ത് നോക്കാം. അതായത് രണ്ടും ഒരേ പൊസിഷനിൽ ഒരേ ലെവലിൽ നിന്ന ഷീറ്റ്, ഒരു ഷീറ്റ് ഇങ്ങോട്ട് വലിച്ചു വെച്ചു. അതങ്ങനെ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഒരു ഷീറ്റ് ഇങ്ങനെ സൈഡിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ സൈഡിലേക്ക് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ ഇതാ കർട്ടൺ റോൾ ചെയ്യുമ്പോൾ ഇതാ ഇത്രയും വന്നപ്പോഴേക്കും ഇവിടെ സ്റ്റക്കായിപ്പോയി. ഈ കൺട്രോൾ സെറ്റിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഈ ഷീറ്റ് ചെരിഞ്ഞ് വന്നിട്ട് ഈ കൺട്രോൾ സെറ്റിന്മേൽ ജാമായതാണ് കാരണം. ഇനി ഇങ്ങനെ സംഭവിച്ചാൽ പരിഹാരം വളരെ സിമ്പിളാണ്. ഈ 2 ഷീറ്റും ഒരേ ലെവലിലാക്കുക. ഇങ്ങനെ ബാക്കിലെ ഷീറ്റ് ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുക. ഇതിങ്ങനെ കൈകൊണ്ട് പതുക്കെ ഏറ്റവും മുകളിൽ പിടിച്ച് വലിക്കണം. ഏറ്റവും മുകൾ ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ സൈഡിലേക്ക് പോരും. അത് ഈ കൺട്രോൾ സെറ്റ് വരുന്ന ഈ ചെയിന് വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് ക്ലിയറാക്കി നിർത്തേണ്ടത്. ഈ ഒരു ചെയിന് വരുന്ന ഈ കൺട്രോൾ സെറ്റ് വരുന്ന ഭാഗത്ത് ചെറിയൊരു സ്പേസ്, ഇവിടെയും ചെറിയൊരു സ്പേസ് ഇട്ടിട്ട് രണ്ടും ഒരേ പൊസിഷനിൽ നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റിനും പരിഹാരമായി. ഇതും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ലെങ്കിൽ സംഭവിക്കുക, ഈ കർട്ടൻ്റെ സൈഡിലുള്ള ഈ ഒരു ഭാഗത്ത് കംപ്ലൈൻ്റ് ആവും. ഇതിന് ഇങ്ങനെ ചുളിവുകൾ വരും, ഈ നെറ്റിന് കംപ്ലൈൻറ്റ് വരും. അതൊന്നും വരാതിരിക്കാൻ ഇതും ശ്രദ്ധിച്ചാൽ കർട്ടൺ ഒരുപാട് കാലം
കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ സാധാരണയായിട്ട് സീബ്ര കർട്ടൺ സംഭവിക്കാറുള്ള ചെറിയ കംപ്ലൈൻറ്റുകളും അതിനുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി സീബ്ര കർട്ടൺ വീട്ടിൽ വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.